ചപ്പാത്തിയും പൂരിയും മീനും ചോറും എന്തുമാകട്ടെ എന്തുണ്ടാക്കിയാലും ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം തയ്യാറായാൽ ആദ്യം ഞങ്ങൾക്ക് വേണം, പിന്നെ മാത്രമേ വീട്ടുകാർ കഴിക്കാൻ പാടുള്ളൂ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അറിയാമോ? ചാവശ്ശേരി കട്ടേങ്കണ്ടത്തിലെ കൂലോത്തുംകണ്ടി പ്രദീപന്റെ വീട്ടിലെ പൂച്ചകളെക്കുറിച്ചാണ്. ചെറുതും വലുതുമായ 24 പൂച്ചകളാണ് പ്രദീപന്റെ വീട്ടിലുള്ളത്. ചാവശ്ശേരി കട്ടേങ്കണ്ടത്തിലെ കൂലോത്തുംകണ്ടി കെ പ്രദീപന്റെ വീട്ടിൽ പൂച്ചകൾ ഒന്നും രണ്ടുമല്ല, ചെറുതും വലുതുമായ 24 പൂച്ചകളാണ് ഉള്ളത്. 10 വർഷം മുൻപ് വീട്ടിലേക്ക് അതിഥിയായെത്തിയ പൂച്ച പെറ്റുപെരുകയാണ് ഇത്രയും പൂച്ചകളുണ്ടായത്. പ്രദീപന്റെ അയൽവാസിയായ മോഹനൻ വീടൊഴിഞ്ഞു പോകുമ്പോൾ മോഹനന്റെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച പ്രദീപന്റെ വീട്ടിലെത്തുകയായിരുന്നു. 10 വർഷത്തിനുള്ളിൽ 27 പൂച്ചകളുണ്ടായിരുന്നുവെങ്കിലും ചിലതിനെ തെരുവ് നായകൾ കടിച്ചുകൊണ്ടുപോയി. പ്രദീപനും ഭാര്യ ബീനയുമാണ് പൂച്ചയെ ഉപേക്ഷിക്കാതെ വളർത്തുന്നത്. വീടിനുള്ളിൽ കിടക്കയിലും നിലത്ത് തുണി വിരിച്ചുമാണ് ഇവർ കിടക്കാറുള്ളത്. ഉപദ്രവമില്ലെങ്കിലും ഇവരുടെ കുസൃതികൾ ഏറെയാണ്. പ്രഭാത ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പൂച്ചകളെല്ലാം അടുക്കളയിൽ തമ്പടിക്കും. പൂരിയായാലും ദോശയായാലും ചപ്പാത്തിയായാലും ഇവർക്ക് ആദ്യം നൽകിയതിനു ശേഷമേ മറ്റുള്ളവരെ കഴിക്കാൻ അനുവദിക്കൂ. ബീന ഭക്ഷണമെടുത്തിറങ്ങുമ്പോൾ പൂച്ചകളെല്ലാം പിന്നാലെയുണ്ടാകും. ചോറും മീനും മുട്ട വരട്ടിയും നൽകുന്നുണ്ട് പൂച്ചകൾക്ക്. വീട്ടുകാർ എന്താണ് കഴിക്കാൻ ഉണ്ടാക്കുന്നത് അതെന്തായാലും പൂച്ചകളും കഴിക്കും. തെരുവു നായകളെ ഭയന്ന് പൂച്ചകൾ പുറത്തിറങ്ങുന്നത് കുറവാണ്. പൂച്ചകളെ മക്കളെ പോലെയാണ് നോക്കുന്നതെന്ന് പ്രദീപനും ബീനയും പറയുന്നു. ഭക്ഷണം രാവിലെ ചപ്പാത്തിയോ പൂരിയോ എന്തായാലും നല്ലോണം കഴിക്കൂ. ഉച്ചക്ക് മീനും ചോറും, വൈകുന്നേരവും രാത്രിയും മീനും ചോറും മെയിനായ ഭക്ഷണം. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.